Hello everyone, welcome to this new video. ഇന്ന് നമ്മൾ നിങ്ങളുടെ പോയംസ് എന്നുള്ള എല്ലാം പേടിയും ഞാൻ അകറ്റാൻ പോവാം. അതിനു വേണ്ടിയുള്ള മാജിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ചിലവർക്ക് പോയം ഇഷ്ടമാണ്. പോയം വന്നാൽ സമാധാന ക്വസ്റ്റ്യൻ. ചിലർക്ക് പോയം ഇഷ്ടമല്ല, എനിക്ക് ചാപ്റ്റേഴ്സ് മതി അല്ലെങ്കിൽ ഗ്രാമർ മതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പോയം ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടം അല്ലെങ്കിൽ പോയം ഇഷ്ടമല്ലെങ്കിൽ ഏത് പോയം ഇഷ്ടമല്ല എന്ന് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാ. അപ്പം ഏത് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എനിക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് നാളെ വീഡിയോ ഉണ്ടാക്കി തരാം. അപ്പൊ എല്ലാവരും പോയം ഇഷ്ടമുള്ളവര് എന്താ ഇഷ്ടം, എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ എന്ന് പറയാം. ആൻഡ് പോയം ഇഷ്ടമല്ലാത്തവർ എന്തായാലും ബുദ്ധിമുട്ടായി കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് നാളെ ഒരു സൊല്യൂഷൻ ആയിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എല്ലാ പോയങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എല്ലാ വർഷം എന്താ ഒന്ന് രണ്ട് പോയം നിങ്ങൾ പോയം പഠിച്ചു, പോയറ്റിക് ഡിവൈസ് പഠിച്ചു, അപ്രീസിയേഷൻ പഠിച്ചു, എല്ലാം കഴിഞ്ഞ് എക്സാമിന് പോകുമ്പോൾ വേറെ എന്തെങ്കിലും ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവരുത്, ഒരു ഡൗട്ടും ഉണ്ടായത്. അപ്പൊ ഞാൻ പ്രീവിയസ് ഇയറിൽ നിന്ന് വന്ന പോയത്തിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ സോൾവ് ചെയ്ത് തരാം. ആൻഡ് ഒരേ പ്രാവശ്യം സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ആവും. ഒരു പ്രാവശ്യത്തെ ചോദ്യം തന്നെ വീണ്ടും 3 വർഷം കഴിയുമ്പോൾ കാണാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ സാമ്പിൾ മൊത്തം അങ്ങ് പഠിക്കാം. സൊല്യൂഷനോടെ ഞാൻ തരുന്നുണ്ട്. ആൻഡ് ഈ നോട്ട്സ് മൊത്തം നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴി ഫ്രീ ആയിട്ട് കിട്ടും. പോയംസ് ഡിഫിക്കൽട്ട് ആയ ആ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കും. ഓക്കെ, ഫസ്റ്റ് കാര്യം ഞാൻ പറയാം. അലൻ സാർ എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ പോയത്തിനെ പറ്റി പഠിപ്പിക്കാത്തത് അല്ലെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനോ എന്തുകൊണ്ട് ഇതൊന്നും പഠിപ്പിക്കുന്നില്ല? കാരണം ഓരോ ചാപ്റ്ററിന്റെ റെക്കോർഡഡ് വീഡിയോ ഈ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. ആൻഡ് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും. ഓക്കെ, ഇനി അതുപോരാതെ എല്ലാ പോയംസും കൂടി ഒറ്റയടിക്ക് പറയുന്ന ഒരു ലൈവ് വീഡിയോ ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. അതിന്റെ റെക്കോർഡിംഗ് നിൽക്കട്ടെ 2 മണിക്കൂറിന്റെ ക്ലാസ് ആണ്. ഇതാകുമ്പോൾ ഓരോ നിങ്ങൾക്ക് കിട്ടും. ഇതിലെല്ലാത്തിലും എൻ്റെ സമ്മറി, ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, പോയറ്റിക് ഡിവൈസസ് എല്ലാം, അപ്രീസിയേഷൻ ഇൻക്ലൂഡ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് ബാക്കി എന്തെങ്കിലും റെക്കോർഡഡ് വീഡിയോ, റൈറ്റിംഗോ ഡിസ്കോഴ്സോ എന്ത് വേണമെങ്കിലും ഈ പ്ലേലിസ്റ്റിലുണ്ട്. ഇപ്പൊ തന്നെ ഏകദേശം 25-30 വീഡിയോസ് വന്നിട്ടുണ്ട്. അതും ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ പ്രാവശ്യത്തെ മോഡൽ പേപ്പറാണ് ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മോഡൽ പേപ്പർ എടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാരഗ്രാഫ് കാണാം. ഇതെന്താണ്, സ്കോളർഷിപ്പ് ജാക്കലിലെ ഒരു നമുക്ക് അറിയുന്ന പാരഗ്രാഫ്. പിന്നെ നോക്കുമ്പോൾ അടുത്ത ചോദ്യം 4 മാർക്കിന് എന്താണ് വന്നത്, പോയം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ. ഓക്കെ, ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ എന്നുള്ള പോയറ്റിൽ നിന്നുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ, ആദ്യത്തെ ലൈൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ആൻസർ ചെയ്യാം. ആൻഡ് ഇതിന്റെ അപ്രീസിയേഷൻ ഒക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെ ആൻസർ ചെയ്യാന്ന്. അപ്പൊ ഒരു പോയം വരുമ്പോൾ നിങ്ങൾക്ക് ഈ ലൈൻസ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ, പോയമിന്റെ വീഡിയോ അറിയില്ലെങ്കിൽ അത് പോയി കാണുക, അതിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വൈ വാസ് ഫാദർ ഗിലിഗൻ വെരി നൈറ്റ് ആൻഡ് ഡേ? വേറി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, വേറി എന്ന് പറയുമ്പോൾ ടയേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കട്ടി കൂടുതലാണല്ലോ. വേറി എന്ന് പറയുമ്പോൾ ടയേർഡാ. രാവിലെയും രാത്രിയും മൊത്തം എന്തുകൊണ്ടാണ് ഫാദർ ഗിലിഗൻ ടയേർഡ്? ഇതിൽ തന്നെ വായിച്ചു നോക്കാം. സി, ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ. ടയേർഡ് ആയിരുന്നു രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ. ഇതെന്താണ്, ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക് വെർ ഇൻ ദെയർ ബെഡ്സ്. പകുതി ആൾക്കാർ, അങ്ങേരുടെ മിഷനർ ആ സ്ഥലത്ത് ആ പാരിഷിലുള്ള ആൾക്കാർ, പകുതി ആൾക്കാർ ഒന്നെങ്കിൽ ബെഡിലാണ്, അല്ലെങ്കിൽ അണ്ടർ ഗ്രീൻ സോഡ്സിലെ, അല്ലെങ്കിൽ മരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ പോയിന്റ് ആയിട്ട് എഴുതാം. എന്താണ്, ഹാഫ് of the people, okay, half of the flock was in bed, അല്ലെ, ബെഡിലായിരുന്നു. അതൊരു കാര്യം. ബാക്കി പകുതി, other half was dead. പക്ഷെ അതുകൊണ്ട് പകുതി ആൾക്കാർ ഉറങ്ങുന്നു, പകുതി ആൾക്കാർ സിക്കായിട്ട് ബെഡിൽ ബെഡ് റിഡൻ ആണ്, ബാക്കിയുള്ളവർ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തിനാ ഫാദർ ഗിലിഗൻ ടയേർഡ്? ബിക്കോസ് ഫാദർ ഗിലിഗൻ അവരുടെ ലാസ്റ്റ് റൈറ്റ്സ്, അല്ലെങ്കിൽ ഒരു ഡൈയിങ് വിഷയുള്ള പ്രെയർ, ഡൈയിങ് മൂമെന്റ്സിലുള്ള പ്രെയർ, അല്ലെങ്കിൽ ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറയും. ലാസ്റ്റ് റൈറ്റ്സ് പെർഫോം ചെയ്യാം കേട്ടോ. അതെന്താണ്, ഒരു റിച്വൽ പ്രാക്ടീസ് ആണ്. അവരെ പോയി കണ്ട് അവർക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് വേൾഡിലേക്കുള്ളൊരു ഒരു പ്രോസസ്സാണ്. അപ്പം ഫാദർ വഴി എല്ലാം ഫോർഗിവ്നെസ് കൊടുക്കും, ബ്ലെസ്സിങ് കൊടുക്കും, അങ്ങനെയാണ്. ഓക്കെ, മരിക്കാനായിരിക്കുന്ന ആൾക്കാരെ പിന്നെ അടക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാദർ ബിസി ആയിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് റൈറ്റ്സും അവരുടെ ഫ്യൂണറലും അതൊക്കെ കാരണം അവിടെ എന്തോ അസുഖമൊക്കെ പടർന്ന്, എന്തോ എപ്പിഡമിക്കോ പാൻഡമിക്കോ നടന്നുകൊണ്ടിരിക്കാം. ഓക്കെ, വാട്ട് ഡസ് അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ മീൻ ഹിയർ? വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. അണ്ടർ ഗ്രീൻ സോഡ്സ് ലേ എന്ന് പറയുമ്പോൾ എന്താണ്, ചെറിയ ചെറിയ മണലിന്റെ അടിയിൽ നിങ്ങൾ കിടക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, മരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്നെങ്കിൽ പറയാം എന്താണ്, ബറീഡ്. ഓക്കെ, ബറീഡ് അല്ലെങ്കിൽ ഡെഡ് എന്ന് പറയാം. ഓക്കെ, ബറീഡ് അല്ലെങ്കിൽ പാസ്ഡ് അവേ, ഡെഡ് എന്ന് പറയാം. ഓക്കെ, when did Peter Gilligan fall asleep? അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ പകുതി ആൾക്കാർ മരിച്ചിരിക്കാം. once while he nodded in a chair. അപ്പൊ വൈകുന്നേരം ഞാൻ പറഞ്ഞു, while he nodded in a chair, നോഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആടി കളിക്കുക, ചാരുകസേരയിൽ ആടി കളിക്കുക. at the moth hour of the eve,
അപ്പൊ പ്രാണികൾ വരുന്ന ആ വൈകുന്നേര സമയത്ത് സൺസെറ്റ് സമയത്ത് another poor man sent for him and he began to grieve. അപ്പൊ ഈ സമയത്ത് ഇപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നത് കേട്ടോ. ഇൻ ദ ഈവനിങ് ഇയാൾ ഇങ്ങനെ അയച്ചു കഴിഞ്ഞു. ഓക്കെ, another man sent for, ഒരാൾ കൂടി മരിച്ചു എന്ന് അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് ഉറങ്ങിപ്പോയി. ഓക്കെ, അപ്പോഴാണ് പറ്റിയത്. ഓക്കെ, ഇത് ഈവനിങ് ആഫ്റ്റർ ദ മോത്താർ, അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങ് ഉറങ്ങിപ്പോയി. ഓക്കെ, ഐഡന്റിഫൈ ദ റൈം സ്കീം ഇൻ ദ ഫോളോയിങ് stanzas. റൈം സ്കീം ഇങ്ങനെ കണ്ടുപിടിക്കുക, വളരെ സിമ്പിൾ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാൻ ബ്ലൂ കളറിൽ കാണിച്ചു തരാം. ഗിലിഗന് നമുക്ക് എ കൊടുക്കാം. ഓക്കെ, ഡേയും ഗിലിഗനുമായിട്ട് റൈം ചെയ്യുന്നുണ്ടോ? ഡേയും ഗിലിഗനും റൈം ചെയ്യുന്നില്ല, അപ്പൊ നമുക്ക് ഇത് ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഗിലിഗനും ബെഡും റൈം ചെയ്യുന്നുണ്ട്? ഇല്ല. അപ്പൊ നമുക്ക് എന്താ വേറെ തന്നെ ഒരു കളർ കൊടുക്കാം. ഒരു പച്ച കളർ സി എന്ന് കൊടുക്കാം. ഓക്കെ, വേറെ ഒന്നുമായിട്ട് ചെയ്യുന്നില്ല. പിന്നെ ലേയും ഡേയും എന്താണ് റൈം ചെയ്യുന്നുണ്ട് അല്ലെ? ലേയും ഡേയും. അപ്പൊ എന്താണ്, നമുക്ക് പിങ്ക് കളർ ഇത് കൊടുക്കാം. അപ്പൊ എന്താണ്, ABCB. സി, ഇതൊരു ബാലഡ് ആണെന്ന് പറഞ്ഞു അല്ലെ? ബാലഡിന്റെ പ്രത്യേകത എന്താ? ബാലഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു റൈം സ്കീം ഉണ്ടാവുക ABCB. ഓക്കെ, ഇങ്ങനെ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. ഇതാണ് ഒരു ബാലഡിന്റെ റൈം സ്കീം. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ പോയിന്നിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇവിടെ അല്ലെ? അപ്പൊ നമുക്ക് എന്താ, ഇവിടെ 4 മാർക്ക് ഉറപ്പായിട്ട് കിട്ടി. അതിനെക്കാട്ട് കൂടുതൽ കാര്യം നിങ്ങൾ ഇപ്പൊ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രീസിയേഷൻ കൺസിഡറിംഗ് ദ തീം, ഇമേജറി ആൻഡ് അതർ പോയറ്റിക് ഡിവൈസ്. അപ്പൊ ഞാൻ അതിന് ആദ്യം കുറച്ച് പോയിന്റേഴ്സ് തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്താണ്, ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് ആണ് അല്ലെ? ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ്. ആരാണ് അത് എഴുതിയത്? വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, വില്യം വേർഡ്സ്വർത്ത് പറ്റി നിങ്ങൾക്ക് 2 വാക്ക് പറയാൻ പറ്റുമല്ലോ. റൊമാൻറ്റിക് പോയിറ്റ് ആണ്. അതേപോലെ തന്നെ നേച്ചറിനെ പറ്റി എഴുതുന്ന പോയിറ്റ് ആണ്. ഓക്കെ, നേച്ചറിനെ പറ്റി എഴുതുന്ന. അപ്പൊ നമ്മൾ പോയറ്റിനെ പറ്റി പറഞ്ഞു. എന്താണ് ഇവിടുത്തെ തീം? എന്താണ്? നേച്ചറിന്റെ ബ്യൂട്ടി അല്ലെ? നേച്ചർ ബ്യൂട്ടി. അത് ഞാൻ കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞുതരാം. അതേപോലെ ഹ്യൂമൻ ഡിസ്ട്രക്ഷൻ, ഹ്യൂമൻസ് കാണിക്കുന്ന ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കാരണം ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഇയാൾക്ക് വിഷമാവുന്നു അല്ലെ? അതൊക്കെയാണ് പറയുന്നത്. ഇനി എന്താണ്, കുറെ പെർസോണിഫിക്കേഷൻ. നമുക്ക് എന്തൊക്കെ ഡിവൈസ് ഇവിടെ കാണാൻ പറ്റും? നേച്ചറിനെ പെർസോണിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്, പിന്നെ നമുക്ക് മെറ്റഫർ കാണാൻ പറ്റും തോന്നുന്നു. അതേപോലെ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? റൈം സ്കീം കാണുന്നുണ്ടോ? നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ് മൈൻഡ്, ABAB അല്ലെ? ABAB റൈം സ്കീം കാണാം. പിന്നെന്താണ്, വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇമേജറി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വിഷ്വൽ ഇമേജറി ഉണ്ട്. പിന്നെ ആദ്യത്തെ വിഷ്വൽ ആൻഡ് ഓഡിറ്ററി, കേൾക്കാൻ പറ്റുന്ന ഇമേജറി ഉണ്ട്. ഓഡിറ്ററി, ഇമേജറി. ഓക്കെ, ഇമേജറി. ഇതൊക്കെ കുറച്ച് പോയിന്റ്സ് ആണ്, ഇതന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. പിന്നെ എന്താണ്, ഇവിടെ പോയത്തിൽ എന്താണ്, പോയറ്റ് റിഗ്രറ്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? മനുഷ്യർ കാണിക്കുന്ന കൂട്ടത്തിൽ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഹ്യൂമൻ സോൾ ദാറ്റ് റാൻ ത്രൂ മീ റാൻ. അപ്പൊ നമുക്ക് എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇൻ സ്വീറ്റ് മൂഡ് ബ്ലാബ്ലി ബ്ലൂ. ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ വേണമെങ്കിൽ ഞാൻ തരാം, പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗിൽ 5 മാർക്കിന്റെ പോയറ്റിക് അപ്രീസിയേഷൻ അല്ലെ, പോയം അപ്രീസിയേഷൻ ഇത്രയും വലുതൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ? കുറച്ചുകൂടി ചെറുതായിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വായിച്ച് ചെയ്യാം. ഈ നോട്ട്സ് നിങ്ങൾക്ക് മൊത്തം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയല്ലോ 5 മാർക്ക്. ഇവിടെ 5 മാർക്ക് കിട്ടി. അപ്പൊ ഈ വർഷം 9 മാർക്ക് പോയറ്റിൽ നിന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഇതേ ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് നോക്കാം. മാർച്ച് 2022 6 മാർക്കിന് ചോദിച്ചാൽ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗന്റെ എന്താണ്, ഇമേജറിയും പോയറ്റിക് ഡിവൈസും അപ്രീസിയേഷനും തരാൻ. WBE എഴുതിയ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ഇസ് സെറ്റ് ഇൻ അയർലൻഡ്. കാരണം മാവറോൺ എന്ന് പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ എന്താണ് പറ്റിയത്? പകുതി ആൾക്കാർ മരിച്ചിരിക്കുകയാണ് ആൻഡ് പകുതി ആൾക്കാർ എന്താണ്, അസുഖം പിടിച്ചിരിക്കുക. എന്തോ ഒരു വലിയ മാസ് ഡിസീസ് എന്തോ സ്പ്രെഡ് ആയിട്ട് തോന്നുന്നു. ഫാദർ ഗിലിഗൻ ഇവിടെ മടുത്തിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക? മെറ്റഫർ കാണാൻ പറ്റും. പിന്നെ ഇമേജറി കാണാൻ പറ്റും. പക്ഷികളുടെ കാര്യം നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താണ്, ഇവിടെ ഇയാൾക്ക് ദൈവത്തോടുള്ള റെസ്പെക്ട് അല്ലെങ്കിൽ അഡ്മിറേഷൻ ആണ് നമ്മൾ കാണാൻ പറ്റുന്നത് പോയതിൽ. ഓക്കെ, അത് മൊത്തം ഞാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വേറൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ഓക്കെ, മോഡൽ 2022 ചോദിച്ചത് എന്താണ്? ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ആരാണ് എഴുതിയത്? ബോബ് ഡിലൻ. ഓക്കെ, ബോബ് ഡിലൻ എഴുതിയതാണ്. ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ കാനൺ ബോൾ ഫ്ലൈ? ദ ആൻസർ മൈ ഫ്രണ്ട്, ബിഫോർ വാർസാ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ലൈനും കൂടെ ഉണ്ട്. ദ ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. പീസ് എന്ന് പറഞ്ഞ സാധനം, സമാധാനം. ഓക്കെ, അതെന്താ സിംബലൈസ് ചെയ്തിട്ടുണ്ട് ഈ ലൈൻസിൽ. അത് ഐഡന്റിഫൈ ദി എക്സ്പ്രഷൻ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദിസ്. അപ്പം പീസ് എന്ന് പറയുന്നത് സമാധാനം. അതിന്റെ ഏത് സിമ്പിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഹൗ മെനി സീസ് മസ്റ്റ് വൈറ്റ് ഡവ് എന്ന് പറയുന്ന സാധനമല്ലേ, അതാണ് പീസിന്റെ സിമ്പിൾ. ഓക്കെ, പീസിന്റെ സിമ്പിൾ സമാധാനത്തിന്റെ സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ്, വേർ അക്കോർഡിംഗ് ടു ദ പോയിറ്റ് വിൽ ദ വൈറ്റ് ഡോ ഹാവ് ടു ടേക്ക് റെസ്റ്റ് ഇവൻച്വലി? എവിടെയാണ് പറയുന്നത്? പോയിറ്റ് പറയുന്നത് ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്, മണലിൽ അല്ലെ? മണലിലാണ് റെസ്റ്റ് എടുക്കേണ്ടി വരിക. ഏത് ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ മണൽ എന്ന് പറയുമ്പോൾ
ഡോയിങ്ങിനെ എന്താണ് സമാധാനം, പീസ്ഫുൾ ലാൻഡിങ്ങിനെ അന്വേഷിച്ചു പോവാണ്. ഏത് കൺട്രിയിൽ എല്ലായിടത്തും പോകുമ്പോൾ അടിയും തല്ലും സെൽഫിഷ്നെസ്സും എന്താണ് വയലൻസും ആണ്. അപ്പൊ എവിടെയാണ് അവസാനം ലാൻഡ് ചെയ്യുക? ഏതോ ഒരു സ്റ്റാൻഡിലാണ് കിടക്കാൻ പോകുന്നത് അല്ലേ? അതാണ് ചോദിക്കുന്നത്. ദ പോയിറ്റ് വിഷസ് ദ കാനൻ ബോൾസ് ബി. കാനൻ ബോൾസ് കൂടുതൽ ഫയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല, ഈ പോയം ഒരു ആന്റി വോർ എന്താണ് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഒരു ആന്തം കൂടിയാണ്, വോർ നിർത്താൻ വേണ്ടിയിട്ടാണ്. ദ പോയിറ്റ് വിഷസ് ദാറ്റ് കാനൻ ബോൾസ് ബി ബാൻഡ്. അതെന്താണ്? ബാൻ ചെയ്യണം, അവർ നിർത്തണം അല്ലെ? കുറെ ആൾക്കാർ മരിക്കുന്നതിന് മുൻപ് തന്നെ. എന്തിനാ ലേറ്റ് ആക്കുന്നതെന്ന് പറയുന്നത്. പിക്ക് ഔട്ട് ഫ്രം ദി അബവ് സ്റ്റാൻസ ദാറ്റ് ദ നെക്സ്റ്റ് ലൈൻ ടെൽസ് യു an unceasing war is going on. അപ്പൊ എന്താണ്? ഏതോ ഒരു അൺസീസിംഗ് എന്ന് പറയുമ്പോൾ നിർത്താതിരിക്കുന്ന ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്? യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് കാനൻ ബോൾസ് ഫ്ലൈ അല്ലേ? കാനൻ ബോൾ എന്ന് പറഞ്ഞാൽ വെട്ടി ഒന്ന് ധൂം എന്ന സാധനം. അത് എന്താണ്? എത്ര പ്രാവശ്യം വെടി വെച്ചാലാണ് തീരാ. അത് വാറിന്റെ ഒരു ഇൻഡിക്കേഷൻ അല്ലേ? അതിന് ആൻസർ ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. മോഡൽ 2022 ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗിലെയും ഒരു 6 മാർക്ക് ചോദ്യം വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ഹിസ് മൂഡ് ആൻഡ് തോട്ട്സ്? അയാളുടെ മൂഡും തോട്ട്സും എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. I heard 1,000 blended notes while in a grove I sat reclined. In that sweet mood. ആ മൂഡിനെ പറ്റി പറയുമ്പോൾ എന്താണ്? സ്വീറ്റ് മൂഡ് അല്ലെ? നല്ല മൂഡാണ്. ഓക്കെ, നല്ല മധുരമായ മൂഡ്. when pleasant thoughts bring sad thoughts mind. അപ്പൊ അയാൾക്ക് പ്ലസന്റ് തോട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ സാഡ് തോട്ട്സ് വരുന്നു. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നല്ല സ്വീറ്റ് മൂഡിലായിരുന്നു. ഹി വാസ് ഹാവിംഗ് പ്ലസന്റ് തോട്ട്സ് ബട്ട് ലേറ്റർ ദാറ്റ് ബ്രോട്ട് സാഡ് തോട്ട്സ് ടു മൈൻഡ്. സങ്കടകരമായ കാര്യങ്ങൾ വീണ്ടും പിന്നെ വന്നു. ഓക്കെ, പിക്ക് ഔട്ട് ദ ഇൻസ്റ്റൻസ് ഓഫ് വിഷ്വൽ ഇമേജസ് ആൻഡ് ഓഡിറ്ററി ഇമേജസ്. ഓക്കെ, ഓഡിറ്ററി ഇമേജ് പറയുന്നുണ്ട്, വിഷ്വൽ ഇമേജ്. അപ്പൊ ഓഡിറ്ററി ഇമേജ് എവിടെ വരുന്നത്? ഏതാ ഓഡിറ്ററി ഇമേജ്? ആദ്യം തന്നെ എന്താണ്? ഐ ഹേർഡ് 1,000 blended notes. ഓഡിറ്ററി ഇമേജ്. ഓക്കെ, ഓഡിറ്ററി ഇമേജ്. പിന്നെ എന്താ? വൈൽ ഇൻ എ ഗ്രോ ഐ സാറ്റ് റിക്ലൈൻഡ്. ടു ഹെയർ ഫെയർ നമുക്ക് എന്താണ് ഇവിടെ വിഷ്വൽ ഇമേജ് എവിടെ വരുന്നത്? വൈൽ ഇൻ എ ഗ്രോ ഐ സേറ്റ് റിക്ലൈൻ. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമല്ലോ, അതാണ് വിഷ്വൽ ഇമേജറി. ഓക്കെ, വിഷ്വൽ ഇമേജറി. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ടു ഹെർ ഫെയർ വർക്ക്സ് ദി നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് ഹൗ മച്ച് ഇറ്റ് ഗ്രീവ് മൈ ഹാർട്ട് ടു തിങ്ക് ദാറ്റ് മാൻ വാട്ട് മാൻ ഹസ് മേഡ് ഓഫ് മാൻ. അവിടെയൊന്നും നേച്ചറിന്റെ വിഷ്വൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആകെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? വൈൽ ഇൻ എ ഗ്രൂവ് ഐ സേറ്റ് റിക്ലൈൻ. അയാൾ അവിടെ ഇരുന്ന് ഒരു മരങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്യുന്നത് അല്ലേ? വൈ ഡസ് ദ പോയിറ്റ് ഗ്രീവ്? എന്തുകൊണ്ടാണ് പോയിറ്റിന് വിഷമം? നോക്കിയേ. ടു ഹെർ ഫെയർ വർക്ക്സ് ദി നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. ഓക്കെ, അപ്പൊ നേച്ചറിന്റെ ബ്യൂട്ടിഫുൾ വർക്ക് അത് എന്താണ്? എൻ്റെ മനസ്സിന്റെ ഹൃദയമല്ല സോളിൽ കൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. പെർസോണിഫിക്കേഷൻ ഉണ്ടാണ്. ഓക്കെ, ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ്. എന്നെ വളരെ വിഷമിപ്പിക്കുന്നു. എന്താ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിന് എന്താണ് വിഷമിപ്പിക്കുമ്പോൾ ആലോചിക്കുന്നത്? എന്താലോചിക്കുമ്പോഴേ വിഷമിപ്പിക്കുന്നത്? ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ആലോചിക്കുമ്പോൾ വളരെ വിഷമം വരുന്നു. അത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആവാം, വയലൻസ് ആവാം, ഡിസ്ട്രക്ഷൻ ആവാം, നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന എന്ത് വേണേ ആവാം. അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. നോക്കിയേ. ടു ഹെർ ഫെയർ വർക്ക്സ് ദി നേച്ചർ ലിങ്ക് ഡാഷ് വാട്ട് ഇസ് പെർസോണിഫൈഡ് ഹിയർ. എന്തിനാണ് പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്? നേച്ചറിനെ. കാരണം നേച്ചറിനെ, ഓക്കെ, നേച്ചറിന്റെ വർക്ക് അല്ലെ, നേച്ചറിനെയാണ് ഇവിടെ പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്. വാട്ട് ഡസ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ വിത്ത്? ഹ്യൂമൻ സോളിനോട് എന്താണ് ലിങ്ക് ചെയ്തത്? നേച്ചറിന്റെ വർക്ക്. അതാണ് നമ്മുടെ കൂടെയുള്ള എൻവയറമെന്റ്, പക്ഷികൾ, ആനിമൽസ്, പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, എവറിത്തിങ്. നേച്ചറിലുള്ള എല്ലാ സാധനത്തിലും നമ്മുടെ ഹ്യൂമൻ സോളായിട്ട് നേച്ചർ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് 6 മാർക്ക് കിട്ടി. ഓക്കെ, പിന്നെ നോക്കിയേ. അതേപോലെ മദർ ടു സൺ എന്ന 6 മാർക്കിന്റെ അപ്രീസിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ എന്താ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഓക്കെ, ഇത് നോക്കിയേ. ഇതേപോലെ എല്ലാ നമ്മളിപ്പോൾ ഏകദേശം എല്ലാ പോയമും കവർ ചെയ്തല്ലോ. നോക്കിയേ. ബ്ലോയിങ് ഇൻ ദ വിൻഡിൽ വീണ്ടും ചോദിക്കുന്നത് റോഡ്സ്, വൈറ്റ് ഡോവ്, ഹൂഡ്, വാട്ടേഴ്സ് ദേ, എന്താണ് ഒപ്രസീവ് റൂളേഴ്സ്, അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആകെ 5 പോയമ പഠിക്കുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നോക്കിയെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ 5 വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പോയംസ് എന്നുള്ള എന്തൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കയ്യിൽ ഞാൻ തരുന്ന ഈ നോട്ട്സും കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോയംസ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തെ എക്സാം നിങ്ങൾക്ക് പോയംസ് ഫുൾ മാർക്ക് മേടിക്കണം. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇത് കാണുക, ഈ വീഡിയോ കാണുക. ആൻഡ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റിൽ ലീവ് ചെയ്യുക. ഈ നോട്ട്സ് വേണമെങ്കിൽ എല്ലാവരും വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് എല്ലാ ദിവസവും 7:30 ലൈവിന് വരിക. ടാറ്റാ, സീ യു ആൻഡ് ബൈ ബൈ.